ഒരിക്കൽ കൂടി പാരിയത്തുംകാവിലേക്ക് പോകാം. അവിടെ സമരക്കാരും പോലീസും നേർക്കുനേർ വരികയാണ്. ഒരു തരത്തിലും കുടിയൊഴിക്കലിന് സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് സമരക്കാരുള്ളത്. വർഷങ്ങളായി ജീവിച്ചു വരികയാണ്. പകരം സംവിധാനം ഏർപ്പെടുത്താതെ ഇറങ്ങില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്ന കാര്യം. ഇപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് മാത്രമല്ല, അവിടെ അഗ്നിശമന സേന യൂണിറ്റും അതോടൊപ്പം തന്നെ KSEBയിലെ ജീവനക്കാരും ഒക്കെ സർവ്വസജ്ജരായിട്ടാണ് ഇത്തവണ അവിടേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത്, ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത്. അരുൺ ശങ്കർ ഉണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. അരുൺ, ഇതിനു മുൻപ് 14 തവണ പരിശ്രമിച്ചതാണ്, പക്ഷേ പരാജയപ്പെട്ടു. ഇന്ന് എല്ലാ ഫോഴ്സും അവിടേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ? തീർച്ചയായിട്ടും സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് കുടിയൊഴിപ്പിക്കലിന് വേണ്ടിയിട്ട് ഭരണകൂടം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ചെണ്ടകൊട്ടി തന്നെ ആ ഉത്തരവ് ഭരണാധികാരികൾ വായിച്ചു. കുടിയൊഴിപ്പിക്കലിനെ തടസ്സപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കുടിയൊഴിപ്പിക്കാൻ വന്നതെന്നും ഇത് സ്വകാര്യ വ്യക്തിക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നും അതിനാൽ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോകില്ല. കാരണം കഴിഞ്ഞ 120 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ 3-4 തലമുറകളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് ഈ കുടുംബങ്ങൾ. ആ കുടുംബങ്ങളെ ഒരു ദിവസം കൊണ്ട് പുറത്താക്കാൻ കഴിയില്ല. അവർ ഇപ്പോൾ താമസിക്കുന്നവർ ഒരു തരത്തിലുള്ള തെറ്റും അല്ലെങ്കിൽ ഇവർ കുടിയേറി താമസിച്ചതല്ല, അവരുടെ പൂർവികരാണ് ഇവിടെ താമസിച്ചതെന്നും അവർ തുടർച്ചയായി ഇത്രയും വർഷങ്ങൾ താമസിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് അവരെ പരിപാടിയിലാക്കാൻ കഴിയില്ല. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ആവശ്യം. അത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ആവശ്യം തന്നെയാണ്. 8 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബദൽ മാർഗം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് പുറമ്പോക്ക് ഭൂമി കൂടിയുണ്ട്, അതും കൂടി അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു ആവശ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അവകാശ കമ്മീഷൻ എന്ത് വില കൊടുത്തും അകത്തേക്ക് കയറുമെന്നും കുടിയൊഴിപ്പിക്കൽ നടത്തുമെന്നുമാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ 14 തവണയും ഈ പ്രദേശത്തെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ പ്രതിഷേധക്കാർക്ക് മുന്നിൽ പ്രതിഷേധക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ 15ാം തവണ വരുമ്പോൾ ഈ നടപടി പൂർത്തിയാക്കുമെന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. കാരണം നിലവിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിൽ കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. പോലീസ് കൃത്യമായി ഇടപെടുന്നില്ലെന്നും ഒഴിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെന്നുള്ളൊരു ആക്ഷേപമാണ് ഈ കക്ഷി കോടതിയിൽ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത തവണ ഇത് ഒഴിപ്പിക്കണമെന്നും ഇല്ലാത്ത പക്ഷം കോടതിയലക്ഷ്യ നടപടികളിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെരുമ്പാവൂർ, ആലുവ DVSPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സേന എത്തിയിരിക്കുന്നത്. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസും സമരക്കാരും മുഖാമുഖം നിൽക്കുകയാണ്. പോലീസും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പോലീസും സമരക്കാരും നേർക്കുനേർ നിൽക്കുകയാണ്. പക്ഷെ സർവ്വസന്നാഹവുമായിട്ടാണ് ഇത്തവണ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല അവിടേക്ക് എത്തിയിട്ടുള്ളത്, അഗ്നിശമന സേന യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരും, അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. 14 തവണ ഇതിനു മുൻപ് കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്, കോടതി ഉത്തരവുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ കോടതി അലക്ഷ്യമായി പോകും ഇതിനെതിരെ ഈ പ്രതിഷേധിച്ചാൽ എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. സമരക്കാരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും നമുക്ക് മുൻനിരയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ സമരരംഗത്തുണ്ട്. മറുഭാഗത്ത് ഒരു വീട്ടിലേക്ക് കയറിയാൽ മറ്റു വീടുകളിലേക്കുമൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കയറും. അതുകൊണ്ട് ആരുടെയും വീട്ടിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ശക്തമായ തീരുമാനം. താമസക്കാരാണോ? ആരാ ചേച്ചി? ഇവിടെ 100-100 വർഷമായിട്ട് താമസിക്കണല്ലേ. ഇറങ്ങണമെന്നാണ് പറയുന്നത്. പോലീസ് ഇവര് പൊളിക്കാൻ വന്നേക്കണാണ് കമ്മീഷനും കൂടി. ഒന്ന് പൊളിക്കുമെന്ന് പറഞ്ഞ് പോലീസുകാര് ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി എല്ലാം കൊണ്ട് വന്നേക്കണം. ഇറങ്ങില്ല. എത്ര നാളായാലും ഇത് കിടന്നു പോയതല്ലേ. ഈ പിള്ളേരെയൊക്കെ കൊണ്ട് എങ്ങോട്ട് പോണേ?
എങ്ങും പോകാല്ല. കൊച്ചു പിള്ളേർ, വയസ്സായ ആൾക്കാർ, ഇവരൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകണം? വേറെ സ്ഥലമില്ല നിങ്ങൾക്ക് പോകാൻ? വേറെ സ്ഥലമില്ല പോയ കിടക്കാൻ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടെ താമസക്കാർ പറയുന്നത്. ഇവർക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല. കുട്ടികളൊക്കെ ഉൾപ്പെടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പോലീസുകാരും ഒക്കെ ഈ പ്രദേശത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ബലപ്രയോഗം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ സമരക്കാരും അതോടൊപ്പം തന്നെ പോലീസ് മുഖാമുഖം എത്തി നിൽക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇന്ന് നമുക്ക് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളിൽ, പ്രതികരണങ്ങളിൽ എത്രത്തോളം വൈകാരികമാണ് ഈ വിഷയം അവർക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പോലീസുമായി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 100-ലധികം വർഷമായി ഞങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്, 4 തലമുറയായി ജീവിക്കുകയാണെന്ന് അവർ പറയുമ്പോൾ പകരം സംവിധാനം എന്ത് എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്.